ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മർസീന നദീർ. അപ്പോൾ നമ്മളൊന്ന് ഇൻട്രോയിൽ ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ആ ഒരു സംഭവം പറഞ്ഞിട്ട് എല്ലാവർക്കും മടുത്ത് തോന്നുന്നു കേട്ടോ ഗൈസ്. നമുക്ക് പറഞ്ഞു മടുത്തിനെങ്കിലും നമ്മൾ ആ ഒരു ശീലമായോണ്ട് അതേ ലെവലിൽ അങ്ങനെ പോകുന്ന കേട്ടോ. പിന്നെ കുറെ കമന്റ്സ് ഇടയ്ക്ക് വരാറുണ്ട് ഇതുപോലെ. പിന്നെ ലാസ്റ്റ് ഇട്ട വീഡിയോയിലും കമന്റ് വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ ഇൻട്രോയിൽ ഒന്ന് മാറ്റി പിടിക്കാൻ സമയമായി. കാരണം കുറെ കൊല്ലമായില്ല നമ്മൾ ഈ ഒരു സെയിം സംഭവം തന്നെ പറയുന്നത്. അപ്പൊ പണ്ട് നമ്മള് പറയല് ഇറ്റ്സ് മീ മർസീന. ഫസ്റ്റ് നമ്മള് ചാനൽ തുടങ്ങിയ പാട് പറയല് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇറ്റ്സ് മീ മർസീന. അങ്ങനെ നമ്മള് പറയല്. പിന്നെ അതിനുശേഷം നമ്മൾ ഈ ഒരു എന്തൊക്കെയുണ്ട് സുഖം തന്നെ ആ ഒരു ലെവലിലേക്ക് മാറിയത്. അപ്പോ ഇന്ന് പറഞ്ഞ ഇന്റർ എങ്ങനെയുണ്ടെന്ന് എല്ലാവരും പറയാ. ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെയും നമ്മള് ഓരോ ദിവസം നമ്മള് മാറ്റി മാറ്റി ട്രൈ ചെയ്തോണ്ട് ഡയറക്റ്റ് വീഡിയോയിലേക്ക് എടുക്കട്ടില്ല. അല്ല നിങ്ങള് എല്ലാ ദിവസവും നമ്മൾ ഓരോ ഇന്റർവ്യൂ ട്രൈ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ട് വെച്ചാൽ പറഞ്ഞാൽ നമ്മൾ ആ ഒരു രീതിയിൽ പോവാം. അല്ലെങ്കിൽ ആൾക്കാർക്ക് പുതുമ കാണാനെന്ന് ആഗ്രഹിക്കാം. നമ്മളെപ്പോ സെയിം സംഭവം തന്നെ പറയും ഇതെന്താ ഇപ്പൊ അറിയുന്നവര് ഇതെന്നെ ആ ഒരു രീതിയിലാണ് ഉണ്ടാവുക. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സൽക്കാര വ്ലോഗാണ് കേട്ടോ. സൽക്കരിക്കുന്നത് നമ്മളെ കോഴിക്കോടുള്ളവര് തന്നെയാണ്. ഋതനെ അവര് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി വരുന്നതാണ്. 7 month സെറമണി അങ്ങനെയുള്ള പ്രോഗ്രാം ഒന്നും അത് കുറച്ച് ലേറ്റ് ആയിട്ട് നമ്മള് എല്ലാ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന കേട്ടോ. കാരണം എനിക്ക് സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും സമയമില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇന്ന് ശരിക്കും സൽക്കാര വീഡിയോ നല്ല റുദേനെ കാണാൻ വേണ്ടിട്ട് റുദേന്റെ വീട്ടിലുള്ള ഉപ്പിയും ഉമ്മയും പിന്നെ അനിയത്തിയും പിന്നെ ഉമ്മയും അങ്ങനെ ഉണ്ടാവും അല്ലേ. ദീദി ഉമ്മാമ പിന്നെ ആരോ അവര് വേറൊരു മാമന്റെ ഉമ്മാന്റെ ആരോ വരുന്നെന്ന് പറയുന്നുണ്ട്. അതിന് വേറെ എക്സ്ട്രാ ആരോ പുറത്ത് ഇതുവരെ വന്നിട്ടില്ല. അവര് നമ്മളെ വീട്ടില് അവര് രാവിലെ അവിടുന്ന് വിട്ടിട്ടുണ്ട് പറഞ്ഞല്ലേ. ഒരു 10-9 മറ്റേ അവര് അവിടുന്ന് വിട്ടിട്ടുണ്ടാവും. ഏകദേശം നമുക്ക് ഇവിടെ 1:30-2 മണി ആ സമയമാകുമ്പോഴേക്ക് എത്തും. ട്രാഫിക് ഒന്നും ഇല്ലെങ്കിൽ കുറച്ചും കൂടി നേരത്തെ എങ്ങനെയാണെന്ന് അറിയില്ല. ഇപ്പം മറ്റേ റോഡെല്ലാം മുറിച്ചിട്ടുകൊണ്ട് ചിലപ്പോ ലേറ്റ് ആവാനും ലേറ്റ് ആവാതിരിക്കാനും സാധ്യതയുണ്ട്. പിന്നെ നമ്മള് ഇവിടുത്തെ തലശ്ശേരിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞാൽ നല്ല ആ റോഡ് നല്ല റോഡല്ലേ. പിന്നെ നമുക്ക് പറഞ്ഞിട്ട് വേണം കിച്ചണിലേക്ക് പോവാൻ. കിച്ചണിൽ ഒരുപാട് പരിപാടികളുണ്ട്. റെഡി ഒന്നും ആയിട്ടില്ല റെഡി ആകുന്നതിന് മുമ്പാണ് നമ്മള് പറയുന്നത്. എല്ലാരും വരണത്ര. നമ്മളെ വീട്ടില് അങ്ങനെ പുറത്തുനിന്നല്ല നമ്മളെ റിലേറ്റീവ്സും അങ്ങനെ ആരൊന്നും ഇല്ല. നമ്മളെപ്പം വിളിക്കും നമ്മളെ എളാമിയും മാത്രമേ ഉള്ളൂ. അവര് മാത്രമേ ഉണ്ടാവും, വേറെ ആരും ഉണ്ടാവില്ല അല്ലേ. നമ്മളെ ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടാ. ചിക്കൻ ബിരിയാണി അടിപൊളി ബിരിയാണിയാണ് കേട്ടോ. നല്ല സ്മെല്ലുണ്ട്. അതുപോലെ തന്നെ ചിക്കൻ നൂഡിൽസും പിന്നെ അതിന് അപ്പുറത്തുനിന്ന് മറിച്ച് ചിക്കൻ ഫ്രൈ ആക്കുന്നുണ്ട്. നമുക്ക് പോയി നോക്കാം. നമ്മളെ ലാസ്റ്റ് പരിപാടിയായിട്ടാ. എല്ലാം തിരക്കായോണ്ട് തന്നെ നമ്മള് ഫുഡ് ഉണ്ടാക്കുന്നതൊന്നും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. ലാസ്റ്റ് ഇതൊരു ചിക്കൻ ഫ്രൈ ആക്കുമ്പോ നെതിർക്ക് ക്യാമറയും കൊണ്ടുവന്നത്. ഇത്തിരി സമയം ക്യാമറ ഉറങ്ങുകയാണ്. ചൂടായിട്ടില്ല ഗൈസ്. അണ്ണ ചൂടായിട്ടില്ല. ചൂടാക്കും. മസി ഇന്നലെ രാത്രി തന്നെ 2 സൈസ് പുഡിംഗ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് ബിസ്ക്കറ്റും പിന്നെ ഇത് കസ്റ്റർഡും. ഇത് ബട്ടർ പുഡിംഗ്. ഇത് ബട്ടർ പുഡിംഗ് അല്ലേ. അവര് എത്താനായി തോന്നുന്നു. ഏകദേശം 2 മണിയാവാനായി. എത്താനായിട്ടുണ്ടാവും വിചാരിക്കുന്നത്. നമ്മളെ ലൈഫിലേക്ക് ഒരു ബേബി വരുന്ന സമയത്ത് ലൈഫിൽ ഒരുപാട് ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യമുണ്ട് അല്ലെ. അതിൽ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ് നമ്മളെ ബേബിക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഡയപ്പർ സെലക്ട് ചെയ്യാന്നുള്ളത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ സൈസ് പിന്നെ അതുപോലെ തന്നെ ലീക്കേജ് ഇവ ഒന്നും നോക്കാണ്ട് തന്നെ നമ്മൾ വേഗം തന്നെ ഒരു ഡയപ്പർ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മള് ബേബീസിന് അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ലീക്ക് ആവും. പിന്നെ അതുപോലെ തന്നെ ബേബീസിന് റാഷസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ ബേബി അത്രയും അൺകംഫർട്ടബിൾ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ബേബിക്ക് ഞാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ലവ് ലാപ്പിന്റെ സുപ്രീം പാൻസ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഡയപ്പർ നമ്മളെ ബേബിന്റെ ഫസ്റ്റ് ഡേ മുതൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഡയപ്പറിൽ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് എന്ന് പറയുന്നത് ലീക്ക് ആവാൻ പാടില്ല എന്നുള്ളതാണ്. ഈ ഒരു ഡയപ്പറിൽ 5 ലെയർ സൂപ്പർ ലൈറ്റ് കോറാണ് കേട്ടോ വരുന്നത്. അതുകൊണ്ട് തന്നെ ലീക്ക് ആവാൻ ചാൻസേ ഇല്ല. പിന്നെ 12 hours ലോങ് ലാസ്റ്റിംഗ് ആയിട്ടാ വരുന്നത്. അതുപോലെ തന്നെ എയർ കംഫർട്ടും കൂടിയാണ്. നമ്മൾ ബേബിന്റെ സ്കിൻ കെയർ ഒക്കെ നോക്കുകയാണെങ്കിൽ ഇതിൽ ആന്റി റാഷ് അലോവേറ ലോഷൻ ഉള്ളതുകൊണ്ട് തന്നെ റാഷസ് അങ്ങനെയുള്ള ഒന്നും തന്നെ ഉണ്ടാവില്ല. നമുക്ക് ഈ ഒരു പാൻസിന്റെ അബ്സോർബൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിത് ഒരു ഗ്ലാസ്സിൽ 500 ml കളർ വാട്ടർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വിത്തിൻ സെക്കൻഡ്സിൽ തന്നെ നമ്മളെ പാൻസ് ഫുള്ളായിട്ട് അബ്സോർബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടിഷ്യൂ വെച്ചിട്ട് എത്രത്തോളം ഡ്രൈ ആയിട്ടുണ്ട് നോക്കട്ടെ. നമ്മൾ
നമ്മൾ ടിഷ്യൂവിൽ ഒരു തുള്ളി പോലും വെള്ളമില്ല, ഫുൾ ഡ്രൈ ആയിട്ട് തന്നെ ഉള്ളത്. അപ്പോൾ ഇത് നമുക്ക് എന്താ സ്ക്വീസ് ചെയ്ത് നോക്കാം കേട്ടോ. ഈ വെള്ളം പുറത്തേക്ക് വരുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സ്ക്വീസ് ചെയ്ത് നോക്കാം. ഇതാ സ്ക്വീസ് ചെയ്തിട്ടും ഒരു തുള്ളി പോലും പുറത്തേക്ക് വന്നില്ല. അത്രത്തോളം നമ്മളെ പാൻസ് അബ്സോർബ് ചെയ്തു കേട്ടോ വെള്ളം. അപ്പോൾ ഈ വെള്ളമെല്ലാം എവിടെയാണ് പോയതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഈ പാൻസ് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. കട്ട് ചെയ്തിട്ട് ഇതാ ജെല്ല് പോലെയാണ് ആയിട്ടുള്ളത്, അവിടെ ഒരു ലിക്വിഡോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിൽ അലോവേറ ഉള്ളത് കൊണ്ട് തന്നെ നല്ല സ്മെല്ലാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ സീറോ ഇറിറ്റേഷനും കൂടിയാണ്. പിന്നെ ഇതിന്റെ മെറ്റീരിയൽ പറയുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ്. നമ്മളെ ബേബി അത്രയും കംഫർട്ടബിൾ ആയിരിക്കും കേട്ടോ. പിന്നെ ഇതാ ഇവിടെ ഇങ്ങനെ ഒരു യെല്ലോ കളർ ലൈന് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ ബേബിന്റെ യൂറിൻ നിറഞ്ഞോ മനസ്സിലാവാനാണ് കേട്ടോ. യൂറിൻ നിറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ബ്ലൂ കളറായിട്ട് മാറും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കിൽ. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ യൂസിന് ശേഷം ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പത്തിനാട്ടോ. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഈ ഒരു സ്റ്റിക്കർ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചിട്ട് നമുക്ക് വേഗം തന്നെ ഡിസ്പോസ് ചെയ്യാം. അപ്പൊ നമ്മളെ ലവ് ലാപ്പിന്റെ സുപ്രീം പാൻസ് ഡിഫറെന്റ് സൈസിൽ അവൈലബിൾ ആണ് കേട്ടോ. നമ്മളെ ബേബിന്റെ ഓരോ മന്തിലും ഓരോ സൈസ് ആയിരിക്കും. അപ്പൊ അത് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ്. അപ്പൊ ഇത് വാങ്ങിക്കാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളെ ഫാത്തിമയും ഇത്താത്തിയും ആ പേരിൽ നേരത്തെ എത്തിയിട്ടുണ്ട് കേട്ടോ. സാരന്തിഷ്യം നല്ല മസീബയുടെ അവിടെ നെസുവിന് ആപ്പാനെ കിട്ടിയോണ്ട് ആപ്പാന്റെ പേരിലുള്ള കളിയാണ് കേട്ടോ. രണ്ടാളും മാച്ചിങ് ബ്ലാക്ക് ഇട്ടിന്. നെസ്ബി ബ്ലാക്ക് ഷർട്ട്, ആപ്പ ബ്ലാക്ക് ഷർട്ട്, നെസ്ബി ബ്ലാക്ക് ഷർട്ട്, നെസ്ബി സൗസർ, ആപ്പ പാന്റ് അല്ലേ? അവരെല്ലാരും എത്തിയട്ടാ. അപ്പൊ ഇവിടെ ഉണ്ട് അല്ലേ? നിങ്ങൾ പോയി പറഞ്ഞു പോയി വന്ന് ശരിയാവും. അതാ ഋതുവാബിന്റെ പാപ്പ. ഋതുവാബിന്റെ പാപ്പ കുറച്ചായില്ലേ കാണാത്ത ഇപ്പൊ, അതുകൊണ്ടാ. എത്ര സമയം എത്ര സമയം 10 മണിക്ക് ഇറങ്ങി. അത്ര വേണ്ടി വരില്ല. ഒന്നാമത് റോഡ് പണി നടക്കുന്നതല്ലേ മിക്ക സ്ഥലങ്ങളിലും. ഇത് കണ്ണൂരേക്ക് തന്നെ 1 മണിക്കൂർ പിടിക്കുന്നു. കുറച്ച് ടൈം എടുക്കും ശരിയാവാൻ. നമ്മളറിയേയില്ല ഇന്നലെ വരുമ്പോ പറഞ്ഞേ, ഇന്നലെ അപ്പൊ പിന്നെ അറിയില്ല. ഞാൻ അറിയില്ലേ, പരിചയമില്ലാത്ത പോലെ കൊറേ ഇപ്പൊ കാണാത്തെ. കുറച്ചേരം നിന്നാ ശരിയാവും. ഇവിടെ കണ്ടിട്ടില്ല. നമ്മൾ ഏകദേശം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ നിതിർക്ക് അതൊന്ന് കാണിച്ചു കൊടുത്തേ. നൂഡിൽസ്, ബിരിയാണി, ചിക്കൻ ഫ്രൈ, വീണ്ടും നൂഡിൽസ്, ഇത് ഭംഗി. നമ്മളെ ഫ്രൂട്ട്സ് കട്ട് ചെയ്യണ്ടേ? കുറച്ച് നേരത്തെ നൂഡിൽസ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ റുതിയാർ തന്നെ ഇരുന്നോ?
അങ്ങനെ നമ്മൾ ഫുഡെല്ലാം റെഡിയായി അവർ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒന്നിച്ച് വന്നവരെ കോഴിക്കോട് നിന്ന് വന്നവരെല്ലാവരും ഒരുമിച്ച് തന്നെ അങ്ങ് ഇരുത്തി അവർ ഫസ്റ്റ് ഫുഡ് കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. കാരണം അവർ ലോങ് ട്രാവലൊക്കെ ചെയ്ത് നല്ല വിശന്നിട്ട് തന്നെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഫുഡ് കഴിച്ചിട്ടാകുമ്പം നമ്മളിവിടെ ഉള്ളവർക്ക് ഫുഡ് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച്. അതുമാത്രമല്ല കേട്ടോ, നമ്മൾ കോഴിക്കോട് പോയി കഴിഞ്ഞാലും അവരെങ്ങനെ തന്നെയാണ് ചെയ്യല്, അത് നമുക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുമിച്ച് നമ്മൾ വന്നവർ ഒരുമിച്ച് കഴിക്കുക എന്നുള്ളത്. പിന്നെ അതുമാത്രമല്ല നമ്മളെ കണ്ണൂർ ഫുഡ് ഇവർക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ. റുദ പറയാറുണ്ട് കോഴിക്കോട് ഫുഡും നമ്മളെ കണ്ണൂർ ഫുഡും വേറെ വേറെ തന്നെ ടേസ്റ്റാണ്. ബിരിയാണി ആയാലും എല്ലാം നല്ല ഡിഫറെൻ്റ് ആണെന്ന് പറയാറുണ്ട്. എവിടെ ഇരിക്കുന്നു മോള്? ആപ്പാന്റെ അടുത്തിരുന്നാല് പകുതി ആപ്പാന്റെ വൈലേക്ക് അപ്പക്ക് വിശക്കുന്നു. ഓക്കെ അല്ലേ? കൊറേ നാളായി കാണാത്തോണ്ടാ നോക്ക്. പപ്പ അവരെല്ലാരും ഫുഡ് കഴിച്ചു. ഇനി നമ്മടെ ഫുഡ് അടിയാണ്. വസീഫെല്ലാം ഓടി വരുന്നുണ്ട്. ആകെ 2 എടുത്ത് ഇത് നോക്കിയ 5 പ്രാവശ്യം ഇരുന്നിട്ട് അടുത്തന്നെ ഇരുന്നിട്ട് ഇങ്ങനെ ഓരോ നെസൂനതാ വേണ്ടേ? നെസു നേരത്തെ എടുത്തിട്ട് എനിക്ക് വേണ്ടേ? കുറച്ച് മിനിറ്റ് ഉണ്ടാവൂലേ? കോഴിക്കോട് വന്നേ. കോഴിക്കോട് എന്താ പേര്? ജഗീഷ് കിട്ടിണ്ടല്ലോ ഒന്ന്. ബാപ്പാന്റെ റൂമിലുണ്ടല്ലോ ജഗീഷ്. അതന്നെ ഇത്. കോഴിക്കോട് വന്നല്ലേ? അല്ലല്ല അല്ലേ? നമ്മളെ മോളാണ്. സിത്തുവിന്റെ ഒക്കെ വന്നല്ലേ? സിത്തു താത്താന്റെ ഒക്കെ ഭയങ്കര സന്തോഷാന്നോണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ കുറച്ച് വിശേഷങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം അവർ പോവാൻ ഇറങ്ങിയേട്ടാ. പിന്നെ അതുമാത്രമല്ല നമ്മളെ റിലേറ്റീവ്സിൻ്റെ അടുത്തും അവർക്കും ജസ്റ്റ് കയറണം എന്ന് പറഞ്ഞിട്ടുണ്ടായിന്. നമ്മളെല്ലാവരോടും അവർ യാത്ര പറഞ്ഞിട്ട് റുദൻ്റെ 9 മന്തിലേക്ക് നമ്മൾ അങ്ങോട്ടേക്ക് അവർ ക്ഷണിക്കുന്നതാട്ടാ കാണുന്നത്. 9 മന്ത് അങ്ങനെ ഒരു ചടങ്ങുണ്ട് എന്ന് പറയുന്നുണ്ട്. റുദ അവിടെ പോയിട്ടാകുമ്പം ഇവിടെ ഉള്ളവർ റുദനെ കാണാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ പോകുന്ന പറഞ്ഞിട്ടുണ്ടായത്.